KTU മാത്സിന്റെ GAMAT 201 S2 സിലബസ് 2024 സ്കീം. അതിൽ ഗ്രൂപ്പ് എയിൽ മാത്തമാറ്റിക്സ് ഫോർ ഇൻഫർമേഷൻ സയൻസ് 2 അതിൻ്റെ സിലബസും ഈ വരുന്ന എക്സാമിനുള്ള കുറച്ച് വീഡിയോസുമാണ് ഇവിടെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. മൊഡ്യൂൾസ് നോക്കാം. മൊഡ്യൂൾ 1 ലീനിയർ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ്, മൊഡ്യൂൾ 2 ജനറൽ വെക്ടർ സ്പേസസ്, മൊഡ്യൂൾ 3 ഇന്നർ പ്രോഡക്റ്റ് സ്പേസസ്, മൊഡ്യൂൾ 4 ലീനിയർ ട്രാൻസ്ഫോർമേഷൻ. 2024 സ്കീമിൽ 4 മൊഡ്യൂളാണ് മാത്തമാറ്റിക്സിന്റെ ഓരോ സെമസ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. അതിന്റെ മാർക്കും അതിന്റെ സ്കീമിനും ഒക്കെ വ്യത്യാസമുണ്ട്. അതിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ A, B എന്ന് പറഞ്ഞ 2 പാർട്ടാണുള്ളത്. A പാർട്ടിൽ 3 മാർക്കിന്റെ 2 ക്വസ്റ്റ്യൻ കമ്പൽസറി ആയിട്ട് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അതങ്ങനെ 24 മാർക്കും. B പാർട്ടിൽ 9 മാർക്കാണ് ഓരോ മൊഡ്യൂളിൽ നിന്നും ചോദിക്കുക. അത് ചോയ്സ് ക്വസ്റ്റ്യൻ ഉണ്ട്. 9ന്റെ 2 സെറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിലേതെങ്കിലും ഒന്നാണ് അറ്റൻഡ് ചെയ്യേണ്ടത്. അതിൽ തന്നെ 9 എന്നുള്ളത് ചിലപ്പോൾ സ്പ്ലിറ്റ് ചെയ്താണ് ചോദിക്കുക. 5, 4, 3, 6 എന്നിങ്ങനെയൊക്കെ സ്പ്ലിറ്റ് ചെയ്തോ അല്ലെങ്കിൽ 9 മാർക്കിന്റെ ഒരു സിംഗിൾ ക്വസ്റ്റ്യൻ ആയിട്ടോ വരാം. അപ്പോൾ അവിടെ നമുക്ക് കിട്ടുന്നത് 36 ആണ്. അങ്ങനെ 60 ആണ് ഇപ്പോഴത്തെ മാത്തമാറ്റിക്സിന്റെ റിട്ടൺ എക്സാമിന്റെ മാർക്ക് എന്ന് പറയുന്നത്. ഇനി മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് 60 പ്ലസ് ഇന്റേണൽ മാർക്കായിട്ട് വരുന്ന 40 കൂടെ ചേർന്ന് 100 മാർക്കാണ്. ഇനി അതിന്റെ ഒരു മിനിമം മാർക്ക് എന്ന് പറയുന്നത് 60ൽ 24 മാർക്കാണ് നമ്മൾ എഴുതിയെടുക്കേണ്ടത് റിട്ടൺ എക്സാമിന്. അതിന്റെ കൂടെ 26 മാർക്കെങ്കിലും ഇന്റേണൽ ഉണ്ടെങ്കിൽ നമുക്ക് ടോട്ടൽ 40 മാർക്ക് കിട്ടും. 40 മാർക്കാണ് 100ൽ ആ പേപ്പർ പാസ്സാകാനായിട്ട് നമുക്ക് വേണ്ടത്. അപ്പോൾ ഈ പുതുക്കിയ സിലബസിൽ പ്രത്യേകിച്ചും ഗ്രൂപ്പ് എയുടെ സിലബസ് സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിൽ നിന്ന് 24 മാർക്ക് മിനിമം കിട്ടുക എന്നൊക്കെ പറയുന്നത് വളരെ എളുപ്പത്തിൽ നേടിയെടുക്കാവുന്നതാണ്. ഈ 4 മൊഡ്യൂൾ മാത്രമാണ് നമുക്ക് പഠിച്ചു തീർക്കാനുള്ളത്. അതിൽ മൊഡ്യൂൾ 1ലെ കണ്ടന്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. മൊഡ്യൂൾ 1 എന്ന് പറഞ്ഞാൽ ലീനിയർ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് ആണ്. അപ്പോൾ മെട്രിസസും അതിന്റെ ചില പ്രത്യേകതകളും ആപ്ലിക്കേഷനും ഒക്കെയാണ് മൊഡ്യൂൾ 1ൽ വരുന്നത്. അപ്പോൾ അതിൽ നമ്മൾ പഠിച്ചു വെക്കേണ്ട ചില കാര്യങ്ങൾ നോക്കാം. മെട്രിസസ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെട്രിസസ് എന്തൊക്കെയാണെന്ന് അറിയണം. ദെൻ സ്പെക്ട്രം ഓഫ് എ മെട്രിക്സ്, ലീനിയർ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ്, ഒരു സെറ്റ് ഓഫ് ഇക്വേഷൻസ് തന്നാൽ അതിൽ നിന്ന് മെട്രിക്സ് എങ്ങനെ ഫോം ചെയ്യാം. ദെൻ ഒരു മെട്രിക്സിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന എലമെന്ററി റോ ഓപ്പറേഷൻസ് എന്തൊക്കെയാണ്. ഗോസ് എലിമിനേഷൻ മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഈ ലീനിയർ സിസ്റ്റം ഓഫ് ഇക്വേഷൻ സോൾവ് ചെയ്ത് അതിലെ അൺനോൺസിന്റെ വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കുക. പിന്നെ ഒരു മെട്രിക്സിന്റെ റാങ്ക് എന്താണ്. ഏത് മെട്രിക്സ് തന്നാലും നമുക്ക് അതിനൊരു റാങ്ക് അസൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന്റെ ഒരു പ്രൊസീജിയറാണ്. റാങ്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് പല കാര്യങ്ങളും മെട്രിക്സിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ കണ്ടുപിടിക്കാനുണ്ട്. ദെൻ സൊല്യൂഷൻ യൂസിങ് റാങ്ക് മെത്തേഡ്. ഇവിടെ നമ്മൾ ഗോസ് എലിമിനേഷൻ മെത്തേഡ് പറയുന്ന പോലെ തന്നെ നമുക്ക് തന്നിരിക്കുന്ന സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് ഈ റാങ്ക് മെത്തേഡും യൂസ് ചെയ്യാൻ പറ്റും. അടുത്തത് ഐഗൻ വാല്യൂസ് ആൻഡ് ഐഗൻ വെക്ടേഴ്സ്. ഒരു മെട്രിക്സിൽ നിന്ന്, ഒരു സ്ക്വയർ മെട്രിക്സിൽ നിന്ന് നമുക്ക് തീർച്ചയായിട്ടും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൻ വാല്യൂസ് കണ്ടുപിടിക്കാം, ഐഗൻ വെക്ടേഴ്സും കണ്ടുപിടിക്കാം. സോ ലാസ്റ്റ് വൺ ഡയഗണലൈസേഷൻ ഓഫ് എ മെട്രിക്സ്. ഒരു മെട്രിക്സിന്റെ ഒരു സ്ക്വയർ മെട്രിക്സ് നമുക്ക് തന്നു കഴിഞ്ഞാൽ അതിനെ ഒരു ഡയഗണൽ മെട്രിക്സ് ആക്കി മാറ്റുന്ന പ്രോസസ്സാണ് ഡയഗണലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പോകുന്ന വാക്കുകളാണ്. ഗോസ് എലിമിനേഷൻ മെത്തേഡ്, റാങ്ക് ഓഫ് എ മെട്രിക്സ്, ദെൻ സൊല്യൂഷൻ യൂസിങ് റാങ്ക് മെത്തേഡ്, ഐഗൻ വാല്യൂസ്, ഐഗൻ വെക്ടേഴ്സ്, ഡയഗണലൈസേഷൻ. അപ്പോൾ ഈ മെട്രിക്സിൽ നിന്ന് ഈ ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെച്ചാൽ ഈസി ആയിട്ട് അതിൽ നിന്ന് വരുന്ന 15 മാർക്കിന് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓരോ മൊഡ്യൂളിൽ നിന്നും 15 മാർക്കാണ് മാക്സിമം കിട്ടുക. അങ്ങനെ 4 മൊഡ്യൂളിൽ നിന്നും കൂടെ നമുക്ക് മാക്സിമം കിട്ടുന്ന 60 മാർക്കാണ്. നമുക്ക് ആദ്യം ഒരു മെട്രിക്സിനെ എങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നു നോക്കാം. ഇറ്റ് ഇസ് എ റെക്ടാങ്കുലർ അറേ ഓഫ് നമ്പേഴ്സ് ഹാവിങ് m റോസ് ആൻഡ് n കോളംസ്. അപ്പോൾ നമ്പേഴ്സ് ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇറ്റ്സ് റെക്ടാങ്കുലർ അറേ ഓഫ് നമ്പേഴ്സ്. അവിടെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത് m റോസ് ആൻഡ് n കോളംസ് ആണ്. ഈ എക്സാമ്പിൾ നോക്കാം. ഇത് മെട്രിക്സ് 1 2 3 0 1 2. അപ്പോൾ നമ്പേഴ്സിനെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിൽ m റോസ്, എത്ര റോസ് ഉണ്ടെന്ന് നോക്കാം. സോ നമുക്ക് ഇത് ഹൊറിസോണ്ടലായിട്ട് പോകുന്ന ആ ഒരു അറേഞ്ച്മെന്റ് ആണ് റോസ് എന്ന് പറയുന്നത്. 1 2 3 ഒരു റോ ആണ്, 0 1 2 ഒരു റോ ആണ്. അപ്പോൾ 2 റോ ആണുള്ളത്. ഇനി കോളം നോക്കുവാണെങ്കിൽ 1 0 ഒരു കോളം, 2 1 രണ്ടാമത്തെ കോളം, 3 2 മൂന്നാമത്തെ കോളം. അപ്പോൾ അതിന് 3 കോളം ആണുള്ളത്. സോ നമ്മൾ ഇതിന്റെ ഒരു ഓർഡർ എഴുതുന്നത് 2/3 എന്നാണ്. 2 റോയും 3 കോളം. So matrix is a rectangular array of numbers having m rows and n columns. Different types of matrices നോക്കാം. അതിൽ ഫസ്റ്റ് വൺ റോ മെട്രിക്സ് ആണ്. എന്താണ് ഒരു റോ മെട്രിക്സ്? അതിന്റെ പ്രത്യേകത, മെട്രിക്സിന് ഓൺലി 1 റോ, ഒറ്റ റോ മാത്രമേ കാണുള്ളൂ. ഹാവിങ് എനി നമ്പർ ഓഫ് കോളംസ്. കോളംസ് എത്ര ആണെങ്കിലും കുഴപ്പമില്ല. ഈ എക്സാമ്പിൾ നോക്കാം. ദിസ് മെട്രിക്സ് 1 0 1. ഇതിന് ഒറ്റ റോ മാത്രമേ ഉള്ളൂ. ഈ ഒരു റോ മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മൾ കോളം എണ്ണുകയാണെങ്കിൽ ഫസ്റ്റ് കോളം, സെക്കൻഡ് കോളം, തേർഡ് കോളം. അപ്പോൾ ഇതിന്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ 1/3 ആണ്. only one row and any number of columns. അതിനെ റോ മെട്രിക്സ് എന്ന് പറയും. അതുപോലെ തന്നെ കോളം മെട്രിക്സ് നമുക്ക് ഡിഫൈൻ ചെയ്യാം. only one column and any number of rows. എക്സാമ്പിൾ മെട്രിക്സ് 1 2 3 എന്ന് വെച്ചാൽ കോളം വൈസ് ആണ്. അപ്പോൾ ഇതിന് ഒരു കോളം മാത്രമേ ഉള്ളൂ. പക്ഷേ റോ വൈസ് എണ്ണുവാണെങ്കിൽ ഫസ്റ്റ് റോ, സെക്കൻഡ് റോ, തേർഡ് റോ. അപ്പോൾ ഇതിന്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ 3/1. 3 റോയും ഒരു കോളം. only one column and any number of rows. അതിനെയാണ് കോളം മെട്രിക്സ് എന്ന് പറയുക. അടുത്തത് സ്ക്വയർ മെട്രിക്സ്. സ്ക്വയർ മെട്രിക്സിന്റെ പ്രത്യേകത എന്താണ്? സ്ക്വയർ മെട്രിക്സിൽ റോയുടെയും കോളത്തിന്റെ എണ്ണം സെയിം ആയിരിക്കും. ഇവിടെയൊക്കെ റോയും കോളം ഡിഫറൻറ്റ്, 2/3 1/3 3/1. പക്ഷെ ഒരു സ്ക്വയർ മെട്രിക്സിലോട്ട് വരുമ്പോൾ അതിൽ റോ എത്രയുണ്ടോ അത്രയും തന്നെ കോളം ഉണ്ടാവും.
അപ്പോൾ ഇവിടെ റോ എണ്ണുവാണെങ്കിൽ 2 0 ഒരു റോ ആണ്, 1 3 ഒരു റോ ആണ്. കോളം എണ്ണുവാണെങ്കിൽ 2 1 ഒരു കോളമാണ്, 0 3 രണ്ടാമത്തെ കോളമാണ്. അപ്പോൾ ഈ ഒരു മെട്രിക്സ് 2/2 സ്ക്വയർ മെട്രിക്സ് ആണ്. ഇതുപോലെ തന്നെ 3/3 4/4 എന്ന ഓർഡർ വരുന്നതൊക്കെ സ്ക്വയർ മെട്രിക്സിന് എക്സാമ്പിൾ ആണ്. നമുക്ക് ഡയഗണൽ മെട്രിക്സ് എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് എ സ്ക്വയർ മെട്രിക്സ് ഇൻ വിച്ച് ഓൾ നോൺ ഡയഗണൽ എലമെന്റ്സ് ആർ സീറോസ്. നമുക്ക് തന്നിരിക്കുന്ന ഒരു സ്ക്വയർ മെട്രിക്സ് ആയിരിക്കണം, അതിലെ നോൺ ഡയഗണൽ എലമെന്റ്സ് എല്ലാം 0 ആയിരിക്കണം. ഇവിടെ ഡയഗണൽ എലമെന്റ്സ് എന്ന് പറയുന്നത് 1 2 4 ആണ് ഡയഗണൽ ഉള്ള എലമെന്റ്സ്. അതൊഴിച്ച് ബാക്കി എല്ലാം സീറോസ് ആണെങ്കിൽ അതിനെ ഡയഗണൽ മെട്രിക്സ് എന്നാണ് പറയുക. ഒരു സ്ക്വയർ മെട്രിക്സ് ആയിരിക്കണം, അതിലെ എല്ലാ നോൺ ഡയഗണൽ എലമെന്റ്സും സീറോസ് ആയിരിക്കണം. അടുത്തത് അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ്. ഒരു സ്ക്വയർ മെട്രിക്സ് അതിൻ്റെ അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ആകണമെങ്കിൽ ഓൾ ദി എലമെന്റ്സ് ബിലോ ദി പ്രിൻസിപ്പൽ ഡയഗണൽ ആർ സീറോസ്. ഇവിടെ പ്രിൻസിപ്പൽ ഡയഗണൽ എലമെന്റ്സ് എന്ന് പറയുന്നത് 2 -1 3 ആണ്. അതിന് താഴെയുള്ള എല്ലാ എലമെന്റ്സും 0 ആയിരിക്കണം. അതിന് താഴെയുള്ളതാണ് ഈ ഒരു എലമെന്റ്, ഇത്. അപ്പൊ ഈ 3 എലമെന്റ് 0 ആണ്. അങ്ങനെ ഏതെങ്കിലും സ്ക്വയർ മെട്രിക്സിൽ വന്നാൽ അതിനെയാണ് അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് പറയുക. ദെൻ ഈക്വൽ മെട്രിസസ്. ഈക്വൽ മെട്രിസസ് എന്ന് പറയുന്നത് നമുക്ക് രണ്ട് മെട്രിക്സ് തന്നിട്ടുണ്ട്, എയും ബിയും. അവ രണ്ടും ഈക്വൽ ആണെന്ന് പറയണമെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ദേ ഹാവ് ദി സെയിം ഓർഡർ ആൻഡ് ദി കറസ്പോണ്ടിങ് എലമെന്റ്സ് ആർ സെയിം. അതായത് നമുക്ക് തന്നിരിക്കുന്ന രണ്ട് മെട്രിക്സിലെ ഓർഡർ സെയിം ആയിരിക്കണം, അവയുടെ രണ്ടിന്റെ ഓർഡർ സെയിം ആയിരിക്കണം. 2/3 ആണെങ്കിൽ രണ്ടാമത്തേതും 2/3 ആയിരിക്കണം. അതിലെ കറസ്പോണ്ടിങ് എലമെന്റ്സ്, ഫസ്റ്റ് പൊസിഷനുള്ള എലമെന്റ് 1 ആണെങ്കിൽ രണ്ടാമത്തെ മെട്രിക്സിലും അത് 1 ആയിരിക്കണം. ആ കറസ്പോണ്ടിങ് എലമെന്റ്സും സെയിം ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് എയും ബിയും രണ്ട് ഈക്വൽ മെട്രിക്സസ് ആണെന്ന് പറയാൻ പറ്റൂ. ഇനി നമുക്ക് ലീനിയർ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ്, അത് എങ്ങനെ മെട്രിക്സിലേക്കൊക്കെ മാറ്റുമെന്ന് നോക്കാം. നമുക്കിവിടെ 3 ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. 3x + 2y + 4z = 1, 2x + y + 3z = 2, 4x + 5y + 2z = 0. നമ്മൾ മാത്തമാറ്റിക്സിന്റെ പ്രോബ്ലംസ് ഒക്കെ വരുന്നത് ഏതെങ്കിലുമൊക്കെ സബ്ജക്റ്റിൽ നടക്കുന്ന എക്സ്പെരിമെന്റിൽ നിന്നാണ്. സോ അവിടെയെല്ലാം എക്സ്പെരിമെന്റ്സ് നടക്കുമ്പോൾ അതിനെ മാത്തമാറ്റിക്സ് ആക്കി മാറ്റുകയും അതിന്റെ സൊല്യൂഷനിലേക്ക് പോവുകയുമാണ് ചെയ്യുക. അപ്പോൾ ഈ തന്നിരിക്കുന്നതിനകത്ത് കോമൺ ആയിട്ട് ചില കാര്യങ്ങളുണ്ട്. എല്ലാ ഇക്വേഷനിലും x y z എന്ന് പറയുന്ന വേരിയബിൾസ് ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 3x + 2y, അതായത് എക്സിന്റെ കോഎഫിഷ്യന്റ് 3 എന്നൊക്കെ രീതിയിൽ അത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ അർത്ഥം, ഇങ്ങനെ ഒരു സെറ്റ് ഓഫ് ഇക്വേഷൻസ് തരുന്നതിന്റെ അർത്ഥം ഇതേതോ എക്സ്പെരിമെന്റിന്റെ ഭാഗമായിട്ട് കിട്ടിയിരിക്കുന്ന ചില റിസൾട്ടുകളാണെന്ന്. പിന്നീട് ഇതിന്റെ അനാലിസിസിന് വേണ്ടിയിട്ട്, അല്ലെ അനാലിസിസ് ഈസി ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതിനെ നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ച റെക്ടാങ്കുലർ അറേഞ്ച്മെന്റ് ഒക്കെ ആക്കി മാറ്റി എഴുതുന്നത്. പിന്നെയുള്ള കാൽക്കുലേഷൻസ് ഈസി ആക്കാൻ വേണ്ടി അതിനാണ് മെട്രിക്സ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ കോമൺ ആയിട്ട് വരുന്ന ചില കാര്യങ്ങൾ നോക്കാം. ഇവിടെ എക്സിന്റെ ഒന്നാമത്തെ ഇക്വേഷൻ എടുത്താൽ 3x + 2y + 4z 4z ചേർത്ത് വെച്ചപ്പോൾ = 1 എന്ന് കിട്ടി. രണ്ടാമത്തെ പ്രാവശ്യം 2x + y + 3z എടുത്തപ്പോൾ 2 എന്ന് കിട്ടി. മൂന്നാമത് 4x + 5y + 2z എടുത്തപ്പോൾ 0 എന്ന് കിട്ടി. അപ്പൊ അവിടെ എല്ലാം x y z എന്ന് പറയുന്ന വേരിയബിൾസ് എല്ലാ ഇക്വേഷനിലും കോമൺ ആയിട്ട് വന്നു. അതുപോലെ അതിന്റെ കോഎഫിഷ്യൻസ് വന്നിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ മെട്രിക്സ് ഫോമിലേക്ക് ആക്കുക എന്ന് പറഞ്ഞാൽ 3 കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാനുണ്ട്. ഫസ്റ്റ് വൺ, മെട്രിക്സ് ഓഫ് കോഎഫിഷ്യൻസ്. ഈ LHS ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ x y z ന്റെ ഒക്കെ കോഎഫിഷ്യൻസ് ആയിട്ട് വന്നിരിക്കുന്നത് നമ്പേഴ്സിനെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 3 2 4 ഇത് ഇവിടെ നിന്നാണ് എടുത്തിരിക്കുന്നത്. 3 2 4. രണ്ടാമത് 2 1 3. 3 4 5 2. അപ്പൊ ആ മെട്രിക്സ് ഓഫ് കോഎഫിഷ്യൻസ് നമ്മൾ എ എന്ന് മാർക്ക് ചെയ്യും. A = മെട്രിക്സ് ഓഫ് കോഎഫിഷ്യൻസ്. അത് ഇക്വേഷനിൽ നിന്ന് എടുത്ത് എഴുതാണ്. ഇനി രണ്ടാമത്തേത് മെട്രിക്സ് ഓഫ് അൺനോൺസ് ആണ്. ഈ സിസ്റ്റത്തിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന x y z. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നീളവും വീതിയും ഉയരവും ഒക്കെ ഏതോ എക്സ്പെരിമെന്റിലാണ് നമ്മൾ എടുത്തിരിക്കുന്നതെങ്കിൽ x y z ആ ഒരു വാല്യൂ എത്രയാണെന്ന് നമുക്ക് അറിയത്തില്ല. അപ്പോൾ എത്ര എക്സ് എന്ന് മാത്രമേ അറിയത്തുള്ളൂ, എക്സിന്റെ ആക്ച്വൽ വാല്യൂ അറിയത്തില്ല. അപ്പൊ അതിനെ നമ്മൾ സെറ്റ് ഓഫ് അല്ലെ മെട്രിക്സ് ഓഫ് അൺനോൺസ് എന്നാണ് മെൻഷൻ ചെയ്യുക. സോ ക്യാപിറ്റൽ X = x y z ആ സിസ്റ്റത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന അൺനോൺസ് ആണ്. മൂന്നാമത് ഈ ഇക്വേഷനിന്റെ ഒക്കെ റൈറ്റ് സൈഡ് ഉണ്ട്. റൈറ്റ് ഹാൻഡ് സൈഡിൽ ഫസ്റ്റ് ഇക്വേഷനിൽ 1, സെക്കൻഡ് 2, തേർഡ് ഇക്വേഷൻ 0. അപ്പൊ അത് കോൺസ്റ്റന്റ് വാല്യൂസ് ആണ് വന്നിരിക്കുന്നത്. ഏതൊക്കെയോ എക്സ്പെരിമെന്റിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ആ സിസ്റ്റം അറേഞ്ച് ചെയ്തപ്പോൾ കിട്ടിയിരിക്കുന്ന കോൺസ്റ്റൻസ് ആണത്. അപ്പോൾ അതിനെ മെട്രിക്സ് ഓഫ് കോൺസ്റ്റൻസ് എന്ന് പറയും. സോ നമ്മൾ അതിനെ ബി എന്ന ലെറ്റർ കൊണ്ട് റെപ്രസെന്റ് ചെയ്യും. B = 1 2 0 1 2 0. അപ്പോൾ ഏതൊരു ലീനിയർ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് കിട്ടിയാലും അതിനെ നമുക്ക് മെട്രിക്സ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാം. ജനറൽ ആയിട്ട് Ax = B എന്ന് പറയുന്നത്. Ax = B. A is the matrix of coefficients, X is the matrix of unknowns and B is the matrix of constants. ഇനി പ്രോബ്ലത്തിലൊക്കെ നമുക്ക് ഈ ഒരു ടേം കൂടി യൂസ് ചെയ്യേണ്ടി വരും, ഓഗ്മെന്റഡ് മെട്രിക്സ്. അത് എയും ബിയും ചേർത്ത് എഴുതുന്നതിനെയാണ്. ചേർത്ത് ഒരു മെട്രിക്സ് ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ അതിനെ ഓഗ്മെന്റഡ് മെട്രിക്സ് എന്ന് പറയുക. സോ ഇവിടെ 3 2 4 2 1 3 4 5 2. ബി എന്ന് പറയുന്നത് 1 2 0.
സോ എ ബി എന്ന് പറയുന്ന ഓഗ്മെന്റഡ് മെട്രിക്സ് ഈ സിസ്റ്റത്തിൽ തന്നെ നമ്മൾ എഴുതിയിരിക്കുന്നതാണ്. സോ ഇങ്ങനെ ഇതിന് ലീനിയർ സിസ്റ്റം എല്ലാം ഫസ്റ്റ് ഡിഗ്രിയിലുള്ള വേരിയബിൾസ് ഒക്കെയാണ് വന്നിരിക്കുന്നത്. അതാണ് ലീനിയർ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് എന്ന് എടുത്തിരിക്കുന്നത്. സോ അങ്ങനെ കിട്ടുന്ന ഒരു സിസ്റ്റത്തിനെ നമ്മൾ മെട്രിക്സ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ് ഈ മൊഡ്യൂളിലെ ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത്. ഈ മൊഡ്യൂളിലെ ഇനി അടുത്ത എല്ലാ ടോപ്പിക്കിലും നമുക്ക് അപ്ലൈ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് എലമെന്ററി റോ ഓപ്പറേഷൻസ് ഓൺ എ മെട്രിക്സ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് തന്നിരിക്കുന്ന ഒരു മെട്രിക്സിന് നമുക്ക് 3 തരത്തിൽ ഓപ്പറേഷൻസ് അതിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് വൺ, ഇന്റർചേഞ്ച് ഓഫ് 2 റോസ്. അതായത് നമുക്കൊരു മെട്രിക്സ് എ തന്നിരിക്കുന്നു, 1 2 3 4 5 6. അപ്പോൾ അതിൽ 2 റോ ആണുള്ളത്. ആ റോ തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്ത് അതിനെ പുതിയൊരു മെട്രിക്സ് ആക്കി എഴുതാം. അതായത് ഇവിടുത്തെ ഫസ്റ്റ് റോ രണ്ടാമത് എഴുതുമ്പോൾ സെക്കൻഡ് റോ ആയിരിക്കും, സെക്കൻഡ് റോ ഫസ്റ്റ് റോ ആയിരിക്കും. അതാണ് ഇന്റർചേഞ്ച് ചെയ്യാന്ന് പറയുന്നത്. അപ്പോൾ പുതിയ മെട്രിക്സ് എന്താണ്? 4 5 6 1 2 3. അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന സിമ്പൽ ഈക്വലൻസിയുടെ ആണ്. ഈക്വൽ അല്ല, പക്ഷെ അതിന്റെ ചില പ്രോപ്പർട്ടീസ് ഒക്കെ ഈക്വൽ ആയതുകൊണ്ട് അതിനെ ഈക്വലന്റ് മെട്രിക്സ് എന്നാണ് പറയുക. 1 2 3 4 5 6 ഒരേ എലമെന്റ് തന്നെയാണെങ്കിൽ മാത്രമേ ഈക്വൽ മെട്രിക്സസ് എന്ന് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമുക്ക് പുതിയതായിട്ട് കിട്ടിയിരിക്കുന്ന ഒരു ഈക്വലന്റ് മെട്രിക്സ് ആണ്. ഇനി രണ്ടാമത്തെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എ റോ ബൈ എ നോൺ സീറോ കോൺസ്റ്റന്റ്. നമുക്ക് തന്നിരിക്കുന്ന മെട്രിക്സിലെ ഏതെങ്കിലും റോയിലെ എല്ലാ എലമെന്റ്സിനെയും ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 0 കൊണ്ട് പറ്റില്ല, 0 അല്ലാത്ത ഏതെങ്കിലും ഒരു കോൺസ്റ്റന്റ് കൊണ്ട്. 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ പ്രശ്നം? മെട്രിക്സിന്റെ പ്രോപ്പർട്ടി മൊത്തത്തിൽ അത് ചേഞ്ച് ആകും. നമുക്ക് ചില ഓപ്പറേഷൻസ് ഒന്നും പിന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതൊക്കെ വരും. അപ്പോൾ ഒരു നോൺ സീറോ കോൺസ്റ്റന്റ് കൊണ്ട് ഗുണിച്ചിട്ട് പുതിയൊരു മെട്രിക്സ് ഫോം ചെയ്യാൻ പറ്റും. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ നോക്കാം. മെട്രിക്സ് 1 2 3 4 5 6 ആണ്. അപ്പൊ ഇവിടെ R1 നമ്മളൊന്ന് ചേഞ്ച് ചെയ്യാൻ പോവാണ്. R1 ചേഞ്ചസ് ടു 2R1. എന്താ ചെയ്യാൻ പോകുന്നത്? R1 എന്ന് പറയുന്ന ഫസ്റ്റ് റോയിലെ എല്ലാ എലിമെന്റ്സിനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പൊ പുതിയ മെട്രിക്സ് എന്തായിരിക്കും? 2 × 1 2, 2 × 2 4, 2 × 3 6. രണ്ടാമത്തെ റോയ്ക്ക് ഇവിടെ വ്യത്യാസമൊന്നുമില്ല, 4 5 6 തന്നെയാണ്. അപ്പോൾ രണ്ടാമത്തെ എലമെന്ററി ഓപ്പറേഷൻ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എ റോ ബൈ എ നോൺ സീറോ കോൺസ്റ്റന്റ്. പുതിയ ഈക്വലന്റ് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ 2 4 6 4 5 6 എന്നുള്ളതാണ്. ഇനി നമുക്ക് മൂന്നാമത്തെ എലമെന്ററി ഓപ്പറേഷൻ എന്താണെന്ന് നോക്കാം. അഡീഷൻ ഓഫ് എ കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ ഓഫ് എ റോ ടു അനദർ റോ. അത് എക്സാമ്പിളിലേക്ക് വേഗം തന്നെ വരാം. മെട്രിക്സ് 1 2 3 4 5 6. ഇവിടെ ചെയ്തിരിക്കുന്ന R1 എന്ന് പറയുന്ന റോ നമ്മളൊന്ന് ചേഞ്ച് ചെയ്യാൻ പോവാണ്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഓപ്പറേഷൻ നോക്കിയേ, അഡീഷൻ ഓഫ് എ കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ. അപ്പൊ R2 എന്ന് പറയുന്ന സെക്കൻഡ് റോയെ 2 കൊണ്ട് ഗുണിച്ചതിന് ശേഷം, ഈ 2 ആണ് ഇവിടുത്തെ കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ, മറ്റൊരു റോയുമായിട്ട് ആഡ് ചെയ്യുന്നു. മൾട്ടിപ്പിൾ ഇതുണ്ട്, അഡീഷൻ ഓഫ് എ കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ ഓഫ് എ റോ ടു അനദർ റോ. മൾട്ടിപ്ലിക്കേഷന് ശേഷം മറ്റൊരു റോയിലേക്ക് ആഡ് ചെയ്യുന്നു. ഇവിടെ കൊടുത്തിരിക്കുന്ന R1 ചേഞ്ചസ് ടു R1 + 2R2 എന്നാണ്. അപ്പൊ ഈ 2 എന്നുള്ളത് -2 ഒക്കെ ആകാം. R1 - 2R2 നമ്മൾ ചില പ്രത്യേക മെത്തേഡ്സിലേക്കൊക്കെ പോകുമ്പോൾ ഈ എലമെന്ററി ഓപ്പറേഷൻസ് ഉപയോഗിക്കുന്നുണ്ട്. അവിടെ അഡീഷൻ എന്ന് പറയുന്നത് ശരിക്കും സബ്ട്രാക്ഷനും അഡീഷൻ തന്നെയാണല്ലോ. അപ്പോൾ +2 പകരം -2 -3 ഏത് നമ്പർ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ R1 ആണ് ചേഞ്ച് ചെയ്യുന്നതെങ്കിൽ R1 + അല്ലെ R1 - എന്ന രീതിയിലായിരിക്കും എടുക്കേണ്ടത്. ഇപ്പൊ ഇവിടെ R2 ആണ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നതെങ്കിൽ R2 + അല്ലെങ്കിൽ R2 - എന്നായിരിക്കും എടുക്കുക. പുതിയ റോ നോക്കാം നമുക്ക്. R1 ആണ് ചേഞ്ച് ചെയ്തിരിക്കുന്നത്. R1 വന്നിരിക്കുന്ന വ്യത്യാസം എന്താ? R2ലെ എല്ലാ എലമെന്റ്സിനെയും 2 കൊണ്ട് ഗുണിച്ച ശേഷം R1 ആഡ് ചെയ്യുക. അതാണ് അതിന്റെ മീനിങ്. അപ്പൊ 4 2 8, 8 ഉം 1 9, I2 10, 10 2 12, R2 12, 12 3 15. അപ്പൊ R1 എന്ന് പറയുന്ന റോ ഇവിടെ ചേഞ്ച് ചെയ്തു. 9 12 15. R2 ഇവിടെ യാതൊരു വ്യത്യാസവും വന്നിട്ടില്ല. 4 5 6 അതുപോലെ തന്നെ എഴുതിയിട്ടാണ് ഇവിടെ നമ്മൾ രണ്ടാമത്തെ ഈക്വലന്റ് മെട്രിക്സ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ എലമെന്ററി ഓപ്പറേഷൻസ് വളരെ പ്രധാനപ്പെട്ടതാണ്. അടുത്ത ഒക്കെയുള്ള ടോപ്പിക്കിലെല്ലാം നമുക്ക് ഇതിന്റെ ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പൊ 3 തരത്തിൽ നമുക്ക് ഒരു മെട്രിക്സിനെ ഓപ്പറേറ്റ് ചെയ്യാം. ഒന്ന്, ഇന്റർചേഞ്ച് ഓഫ് 2 റോസ്. നമുക്ക് തന്നിരിക്കുന്ന മെട്രിക്സിലെ 2 3 റോ തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്യാം, 1 ഉം 3 ഉം തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്യാം. നമുക്ക് ആ മെത്തേഡ് അപ്ലൈ ചെയ്യാൻ ഈസി ആയിട്ട് ഏതാണോ കൊടുക്കേണ്ടത് അതായിരിക്കും ആ സമയത്ത് നമ്മൾ അപ്ലൈ ചെയ്യുക. രണ്ടാമത്തേത് മൾട്ടിപ്ലിക്കേഷൻ. ഒരു റോയിലെ എല്ലാ എലമെന്റ്സിനെയും ഏതെങ്കിലും നോൺ സീറോ കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇപ്പം 2 മാത്രം ആകണമെന്നില്ല, 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, -1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. നമുക്ക് ഏതാണോ റിസൾട്ട് ഫേവറബിൾ ആയിട്ട് കിട്ടേണ്ടത് അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. മൂന്നാമത്തേതാണിത് അഡീഷൻ ഓഫ് എ കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ ഓഫ് എ റോ ടു അനദർ റോ. ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു 3 കാര്യങ്ങൾ.